മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന വിദേശത്ത് പോയത്. തന്റെ വിദേശയാത്രയോടൊപ്പം അനുഗമിക്കാനുള്ള എന്ത് അധികാരമാണ് സ്വപ്നയ്ക്കുള്ളത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാണ്. എന്തിനാണ് സ്വപ്നയെ വിദേശയാത്രയിൽ ഒപ്പം കൂട്ടിയത്? സ്വപ്ന ഏതെല്ലാം കാര്യങ്ങൾക്കുള്ള ഇടനിലയാണ് വിദേശ രാജ്യങ്ങളിൽ നടത്തിയത്? മുഖ്യമന്ത്രി ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെയും വിദേശയാത്രയുടെയും ഒപ്പം എന്തിന് വിദേശയാത്ര നടത്തി? വിദേശയാത്ര നടത്താൻ അവർ ആരാണ്? സർക്കാരിന്റെ ഔദ്യോഗിക സംഘത്തോടൊപ്പം ഈ കള്ളക്കടത്തുകാരികളും അവരെന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയോടൊപ്പം വിദേശത്ത് പോയത്? മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരിയിലുള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയാണ് അവർക്ക് കൈക്കൂലിയായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ 1 കോടി രൂപ കൈക്കൂലിയായിട്ട് കിട്ടിയ സ്ഥിരീകരിക്കപ്പെട്ട കാര്യം ബാങ്ക് ലോക്കറുകളിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചതാണ്. അന്വേഷണ ഏജൻസികൾക്ക് കരാറുകാരൻ തന്നെ സമ്മതിക്കുന്നു. ഞങ്ങൾ കൈക്കൂലി സർക്കാരിന്റെ പ്രോജക്റ്റിൽ എങ്ങനെയാണ് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് കൈക്കൂലി ലഭിക്കുന്നത്? പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടേയില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന ഗൾഫിൽ പോയത്. കൈക്കൂലി കിട്ടിയതും കമ്മീഷൻ കിട്ടിയതും എങ്ങനെയാണ് മുഖ്യമന്ത്രി അറിയാതെ പോകുന്നത്? ഇതിനകത്ത് ഈ കമ്മീഷൻ മാത്രമാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? സ്വപ്ന സുരേഷ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ വിദേശ പരിഗണനത്തോടൊപ്പം മറ്റെന്തെല്ലാം ഇടപാടുകളാണ് മറ്റേതൊക്കെ പ്രോജക്റ്റുകളിലാണ് ഇടനിലക്കാരിയായി എന്തിനാണ് മുഖ്യമന്ത്രി സുരേഷിനെ തന്റെ ഔദ്യോഗിക സംഘത്തോടൊപ്പം മുഖ്യമന്ത്രി പുറപ്പെടുന്നതിന് 4 ദിവസം മുമ്പ് ശിവശങ്കരും സ്വപ്നയും ഒരുമിച്ചാണ് വിദേശയാത്ര. കാര്യങ്ങളിൽ വിശദീകരിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിയില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കാളിത്തം ഈ കേസിൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. സിയാറിലേക്ക് 4000 ബണ്ടിലുകൾ വന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെ കസ്റ്റംസും എൻഐഎയും നോട്ടീസ് അയച്ചിരിക്കുന്നു. ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ശ്രീ ഷൈനെ സിപിഎമ്മിന്റെ വളരെ സന്നദ്ധ സഹചാരിയായിട്ടുള്ള ലോ കോളേജിലെ യൂണിയൻ ചെയർമാനായിട്ടുള്ള അടിയുറച്ച മാർക്സിസ്റ്റ് പാർട്ടി കുടുംബമാണ്. ഈ ഷൈൻ ഹെ അക്തിനെതിരായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരത്ത് ഒരു പരാതി അയച്ചു. ഇദ്ദേഹത്തിന്റെ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള മാഫിയ ബന്ധങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള പരാതി 2018 തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കേരളത്തിൽ പരാതി അയച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ ഷൈൻ ഹെ ഹക്കിനെ മാറ്റുകയുള്ളൂ സർക്കാർ. ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെ സ്ഥാനത്ത് ഷൈൻ ഹക്കിനെ മാറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേറൊരു പദവി കൊടുത്ത് പ്രോട്ടോകോളിൽ നിർത്തി. അദ്ദേഹത്തെ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ എല്ലാ അധികാരങ്ങളും തന്നെ അവിടെ മുതലെടുത്തു. ഹക്കിനെ തന്നെ അവിടെ മുതലെടുത്തു. പ്രോട്ടോകോൾ ഓഫീസർ സ്ഥാനത്ത് നിന്ന് നടപടിയെടുത്ത ഹക്കിനെ എന്തിനാണ് മുഖ്യമന്ത്രി അതേ പ്രോട്ടോകോൾ ഓഫീസറുടെ അധികാരം കൊടുത്ത് അവിടെ നിലനിർത്തിയത്? വ്യക്തമായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ജനങ്ങളോട് പറയാൻ ബാധ്യതയില്ലേ? ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ആയിരുന്ന ഷൈൻ എ ഹക്കിനെ നടപടിയെടുത്തതിന് ശേഷവും പ്രധാന തസ്തികയിൽ നിയമിച്ചുകൊണ്ട് വിമാനത്താവളത്തിലെ VIP വരവും പോക്കും തമ്മിൽ ബന്ധപ്പെടുത്തി അവിടെ നിർത്തി. പുതിയ പ്രോട്ടോകോൾ ഓഫീസർ
UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വന്ന കിറ്റുകളുടെ കാര്യത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. അദ്ദേഹം അറിഞ്ഞിട്ടേയില്ല. സുനിൽകുമാർ എന്ന് പറയുന്ന ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളിലൊന്നും ഒപ്പിട്ടിട്ടില്ല. കസ്റ്റംസ് ക്ലിയറൻസിന് ആവശ്യമായിട്ടുള്ള അപേക്ഷകളിലൊന്നും സംസ്ഥാനത്തിന്റെ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ സുനിൽകുമാർ ഒപ്പുവെച്ചിട്ടില്ല. സ്ഥാനത്ത് നിന്ന് മാറ്റിയ പ്രോട്ടോകോൾ ഓഫീസർ തന്നെയാണ് കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളിലും ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സാർ സാധിക്കുന്നത്? ശ്രീ പിണറായി വിജയൻ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? താങ്കളുടെ സർക്കാർ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം അവിടെ പുതിയ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ വെച്ചു. ആ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട രേഖകളിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല. ഒപ്പുവെച്ചിരിക്കുന്നതെല്ലാം പഴയ പ്രോട്ടോകോൾ ഓഫീസർ തന്നെയാണ്. ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് ശേഷവും സംസ്ഥാനത്തെ കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട കടലാസുകളിലെല്ലാം എങ്ങനെയാണ് ഷൈൻ ഹക്കിന് ഒപ്പുവെക്കാൻ സാധിക്കുന്നത്? മുഖ്യമന്ത്രി ഇക്കാര്യം ജനങ്ങളോട് പറയണം. ഇത് കാരണം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്ന വകുപ്പാണ്, നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. KT ജലീലും സ്വപ്നയും അടക്കമുള്ള ആളുകൾ ആരോപണത്തിന്റെ കുന്തമുന അവരുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ആയിട്ടുള്ള ആൾക്ക് ഫയലുകളിൽ ഒരു ബന്ധവുമില്ല. വിമാനത്താവളങ്ങളിലെ VIP പോക്കുവരവുകളും കസ്റ്റംസ് ക്ലിയറൻസുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഷൈൻ ഹക്ക് തന്നെയാണ് നിർവഹിച്ചു പോന്നിരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷത്തെ കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം NIAയും കസ്റ്റംസും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുരൂഹമായിട്ടുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരമാണ്. അദ്ദേഹത്തിന് ഇനി എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നത്? ചീഫ് പ്രോട്ടോകോൾ ഓഫീസറെ അവിടുന്ന് എന്തിനാണ് സ്ഥാനം മാറ്റിയത്? സ്ഥാനം മാറ്റിയതിന് ശേഷം എന്തിനാണ് അധികമായിട്ടുള്ള പദവികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അവിടെ തന്നെ നിയമിച്ചത്? ചീഫ് പ്രോട്ടോകോൾ ഓഫീസറായ ഒരാളെ നിയമിച്ചിട്ട് അദ്ദേഹത്തെ തൊടുവിക്കാതെ എന്തിനാണ് ഷൈൻ ഹക്ക് ബാക്കി കാര്യങ്ങളിലെല്ലാം ഇടപെട്ടത്? ഫയലുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെ വന്നു? എങ്ങനെയാണ് അപേക്ഷകൾ അദ്ദേഹം കൊടുക്കുന്നത്? എന്ത് ഇടപാടാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്? ജലീൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വാസയോഗ്യമല്ല. KT ജലീൽ ഓരോ ദിവസവും ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അദ്ദേഹം ഒന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങൾ ഒന്നുപോലും വിശ്വാസയോഗ്യമല്ല. പാക്കേജുകൾ ക്ലിയർ ചെയ്യാൻ സംസ്ഥാനത്ത് അതുമായി ബന്ധമില്ലാത്ത ഒരു മന്ത്രിക്ക് വാട്സപ്പ് അയച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിൽ ഇടപെട്ടു വന്നതാണ്. അത് എന്ത് വാട്സപ്പ് നയതന്ത്രമാണ് ജലീൽ നടത്തിയിരിക്കുന്നത്? പല നയതന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. വാട്സപ്പ് നയതന്ത്രം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ജലീൽ പച്ചക്കള്ളമാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു വാട്സപ്പ് സന്ദേശം വന്നു. അപ്പോ ഇത് ഇറക്കുന്നതിന് മുമ്പ് പ്രോട്ടോകോൾ ഓഫീസർ കത്തുകൾ അയച്ചിരുന്നോ? സംസ്ഥാനത്തിന്റെ പ്രോട്ടോകോൾ ഓഫീസർ ആവശ്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചിരുന്നോ? കസ്റ്റംസ് ക്ലിയറൻസ് എങ്ങനെയാണ് നടന്നത്? ആരാണ് അതിൽ ഒപ്പിട്ടത്? ഇത്രയും വലിയ ബാഗേജുകൾ എങ്ങനെയാണ് സിയാപ്റ്റിലേക്ക് പോയത്? സിയാപ്റ്റും ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പും UAE കോൺസുലേറ്റും തമ്മിൽ എന്താ ബന്ധം? ജലീലിന് ഹജ്ജ് വകുപ്പിന്റെ ചുമതലയുണ്ട് എന്നാണ് ചില ആസ്ഥാന ഗായകർ ഇപ്പോൾ പാടുന്നത്. ഹജ്ജ് വകുപ്പിന്റെ ചുമതല ഉണ്ടെങ്കിൽ ജലീൽ ഹജ്ജിന്റെ ഓഫീസിലല്ലേ കൊണ്ടുപോകും? വന്നത് ഖുർആനാണെങ്കിൽ ആ ഖുർആൻ എങ്ങനെയാണ് സിയാപ്പിലെത്തുന്നത്? നമ്മുടെ രാജ്യത്തേക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ വിതരണം ചെയ്യാനുള്ള അനുവാദമില്ല. ഇത്തരം ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാനുള്ള അനുവാദമില്ല. ഒരു കോൺസുലേറ്റിൽ നിന്നും ഇത്തരം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കാൻ നിയമമില്ല. പിന്നെ എങ്ങനെയാണ് ജലീൽ ഇത് ഇറക്കിയത്? അത് കേട്ടസി
എന്നാണ് ഇപ്പൊ പറയുന്നത്. കേട്ടസി ഗിഫ്റ്റ് ആണെങ്കിൽ അതെങ്ങനെയാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ കൊടുക്കുന്നത്? അതെങ്ങനെ എടപ്പാളിലേക്ക് പോകുന്നത്? അതെങ്ങനെ മൂവാറ്റുപുഴയിലേക്ക് പോകുന്നത്? അതെങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്? എന്ത് കേട്ടസി ഗിഫ്റ്റ് ആണിത്? അപ്പൊ ചട്ടലംഘനം നടത്തി നേരത്തെ തന്നെ വന്നിരുന്ന പിന്നെ ഈ ബാഗേജുകൾ വിവാദമായപ്പോഴാണ് ദിലീപ് ഒരു വാട്സപ്പ് സന്ദേശവുമായിട്ട് പുറത്തിറങ്ങിയത്. വാട്സപ്പ് നയതന്ത്രവുമായിട്ട് രംഗത്ത് വന്നത്. ജലീൽ, താങ്കൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുക. അങ്ങനെ ഒരു വാട്സപ്പ് നയതന്ത്രം നടത്താനുള്ള ഒരു അധികാരവും താങ്കൾക്കില്ല. ഭരണഘടനാപരമായി താങ്കൾ തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തത്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. താങ്കൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയെന്ന് പൂർണ്ണമായിട്ട് സംശയിക്കേണ്ടിയിരിക്കും. അതിന്റെ കാരണം പ്രോട്ടോകോൾ ഓഫീസറെ മാറ്റിയ പ്രോട്ടോകോൾ ഓഫീസറെ കസ്റ്റംസ് ഇടപാടുമായി ബന്ധപ്പെട്ട് വിമാനത്താവളത്തിലെ VIP മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന ഷൈൻ ഹക്കിന്റെ ഇടപെടലാണ്. അതീവ ഗൗരവമേറിയ വിഷയമാണ്. ഷൈൻ ഹക്ക് എങ്ങനെയാണ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹം അവിടെ ഉണ്ടായിട്ടും ഈ ഇടപെടലുകൾ നടത്തിയത്? വിശദാംശങ്ങൾ പുറത്തുവിടാൻ ധൈര്യം കിട്ടി ജലീലിനോ സർക്കാരിനുണ്ടോ? ഈ 4500 കിലോഗ്രാം ബണ്ടിൽ UAE കോൺസുലേറ്റിലേക്ക് എന്ന് പറഞ്ഞു വന്ന ഈ ബണ്ടിലുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ക്ലിയറൻസിന്റെയും കൊടുത്ത അപേക്ഷയുടെയും എന്താണ് അതിനകത്തുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറുണ്ടോ? ഇതെങ്ങനെയാണ് സിയാപ്റ്റിൽ വന്നത്? അതിലെവിടെയാണ് ഭരണഘടനാപരമായ നടപടി ഉണ്ടായത്? സിയാപ്റ്റിലേക്ക് വരാൻ എന്ത് ഔദ്യോഗിക നിയമമാണുള്ളത്? എന്ത് കമ്മ്യൂണിക്കേഷനാണ് സിയാപ്റ്റുമായി നടന്നിട്ടുള്ളത്? സിയാപ്റ്റിന്റെ രേഖകളിൽ ഇത് സ്വീകരിച്ചതായിട്ടുള്ള രേഖകളുണ്ടോ? സിയാപ്റ്റ് ഇതെങ്ങനെ കൈവശം വെച്ചു? സിയാപ്റ്റിന് ഇതെങ്ങനെ വിതരണം ചെയ്യാൻ സാധിച്ചു? സിയാപ്റ്റിന്റെ വാഹനം എങ്ങനെ ഉപയോഗിക്കാൻ സാധിച്ചു? ഈ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ജനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാ കുറ്റവാളികൾക്കും ഒത്താശ ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിസഭാംഗങ്ങളുമാണ്. ഇനി മുഖ്യമന്ത്രിക്ക് ഒഴിമാറാൻ സാധിക്കില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇനി വേണ്ടെന്നാണ്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും വേണ്ട, സമയമില്ല എന്ന് പറയുന്ന ആള് സൈബർ ആക്രമണത്തെ കുറിച്ച് 16 മിനിറ്റ് സംസാരിക്കാൻ പുള്ളിക്ക് സമയമുണ്ട്. സമയം എന്ന് പറയുന്നത് എഴുന്നേൽക്കുന്ന മുഖ്യമന്ത്രി സൈബർ ആക്രമണങ്ങളെ കുറിച്ചുള്ള ചോദ്യം 16 മിനിറ്റ് എടുത്താണ് വിശദീകരിച്ചത്. എന്നാൽ ജലീലിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചോ സ്വപ്നയുടെ വിദേശയാത്രയെ കുറിച്ചോ ഇതുപോലെ പ്രോട്ടോകോൾ ഓഫീസറുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചോ ഒന്നും തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയമില്ല. ഇനി ഇതൊന്നും പറയേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തമാണ് തെളിഞ്ഞു വരുന്നത്, മന്ത്രിസഭാ അംഗങ്ങളുടെ പങ്കാളിത്തമാണ് തെളിഞ്ഞു വരുന്നത്. KT ജലീൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവരുമായിട്ട് നേരിട്ട് സന്ധി ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അധികാരം ദുരുപയോഗം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസ് ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവനക്കാർ ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്നിരിക്കുന്നു. തെറ്റായ പ്രചരണമാണ് നടത്തിയത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ കള്ളക്കടത്തുകാരെ സഹായിക്കുകയാണ് KT ജലീൽ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്താനുള്ള അർഹതയില്ല, അദ്ദേഹത്തിന് ദേശീയ പതാക ഉയർത്താനുള്ള അധികാരമില്ല. ധാർമ്മികമായി ഇന്ത്യയുടെ ദേശീയ പതാക സ്വാതന്ത്ര്യ ദിനത്തിൽ ഉയർത്താനുള്ള അധികാരം അദ്ദേഹത്തിനില്ല, ധാർമ്മികമായിട്ടുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് ആഗസ്റ്റ് 15 ദേശീയ പതാക ഉയർത്തൽ ചടങ്ങിൽ നിന്ന് KT ജലീലിനെ മാറ്റി നിർത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് നടത്തിയത്, ചട്ടലംഘനമാണ് നടത്തിയത്. മുഖ്യമന്ത്രി ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. വിശ്വാസയോഗ്യമല്ല മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കും. മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെയാണ് സ്വപ്നയെ വിളിക്കുന്നത്? മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെയാണ് സ്വപ്ന വിദേശത്ത് പോകുന്നത്? സർക്കാരിന്റെ ഔദ്യോഗിക സംഘത്തോടൊപ്പം എങ്ങനെയാണ് സ്വപ്നയ്ക്ക് പോകാൻ കഴിയുന്നത്? ആരാണ് സ്വപ്ന? ഈ ഭരണഘടനാ ബാഹ്യ അധികാരങ്ങളുള്ള സ്വപ്നയെ ആരാണ് അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത്? സംശയങ്ങളെല്ലാം ഉയർന്നത് സ്വപ്ന ഒരു കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമായതുകൊണ്ടല്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചതുകൊണ്ടല്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം മുഖ്യമന്ത്രി പറയേണ്ടി വരുന്നത് സംശയാതീതമായി കള്ളക്കടത്തിന് ബന്ധം സ്വപ്ന തെളിഞ്ഞതുകൊണ്ടല്ലേ? അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് വിദേശയാത്രയിൽ അനുഗമിക്കുന്നത്?
റെഡ് ക്രസന്റിന്റെ കാര്യത്തിൽ പലതും മുഖ്യമന്ത്രി മറച്ചു വയ്ക്കുകയാണ്. ഓർമ്മയുണ്ടാവും 2018 പ്രളയകാലം വലിയൊരു പ്രചരണ കേരളത്തിൽ നടന്നു. വിദേശ രാജ്യങ്ങളിൽ പോയി പണം പിരിച്ച് കേരളത്തെ സഹായിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടുന്നു. അന്ന് വലിയ പ്രചരണമായിരുന്നല്ലോ. മന്ത്രിമാരെല്ലാവരും കൂടി വിദേശത്ത് പോകാൻ തീരുമാനിച്ചതാണ്. അന്ന് വിവിധ ഇന്റലിജൻസ് ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ വിദേശ രാജ്യത്ത് പോയി പണം പിരിച്ചു കൊണ്ടുവരുന്നത് ഉചിതമല്ല എന്നുള്ള തീരുമാനമുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആ നടപടി നടന്നത്. എന്നാൽ ആ നടപടിക്ക് ശേഷം വളഞ്ഞ വഴിയിലൂടെ പണം നേരിട്ട് വേണ്ട, എന്നാൽ സഹായം മതി, പണം നേരിട്ട് വേണ്ട എന്നാൽ സഹായമായിട്ട് മതി എന്നുള്ള വളഞ്ഞ വഴി സ്വീകരിച്ചത്. അതിനാണ് കമ്മീഷൻ പറ്റിയിരിക്കുന്നത്. പുറത്തു വരുന്ന വാർത്തകൾ റെഡ് ക്രസന്റിന്റെ നിലവാരവാഹികളും ഈ ഖുറാൻ എന്ന പേരിലുള്ള കടത്തിൽ പങ്കാളിയായിട്ടുണ്ടെന്നത്. അത്തരം ആളുകളുമായി മുഖ്യമന്ത്രിക്ക് നല്ല ബന്ധമുണ്ട്. റെഡ് ക്രസന്റുമായി നടത്തിയ ഇടപാടുകൾ ദുരൂഹമാണ്. വിശദാംശങ്ങൾ മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. MOU പ്രസിദ്ധീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. എന്താണ് റെഡ് ക്രസന്റിന്റെ ഇക്കാര്യത്തിലുള്ള റോൾ? കരാർ എങ്ങനെ ലഭിച്ചു? മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സ്വപ്നയ്ക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? സംസ്ഥാനത്തെ കിൻഫ്രയുടെ ഭൂമി പതിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ സ്വപ്നയ്ക്ക് പങ്കാളിത്തമുണ്ടോ? സ്മാർട്ട് സിറ്റി ഭൂമി വിൽക്കാനുള്ള തീരുമാനത്തിൽ സ്വപ്നയ്ക്ക് പങ്കാളിത്തമുണ്ടോ? വ്യക്തമാക്കണം മുഖ്യമന്ത്രി. ഒരു ഇടപാട് മാത്രമാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത്. ഒട്ടേറെ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള അവകാശം മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള സമരം ഭാരതീയ ജനതാ പാർട്ടി നടത്തുകയാണ്. ഇന്ന് CK പത്മനാഭൻ കണ്ണൂരിൽ ഉപവസിക്കുകയാണ്. 18-ാം തീയതി സംസ്ഥാന പ്രസിഡന്റിന്റെ ഉപവാസമുണ്ട്. അത് കഴിഞ്ഞാൽ സംസ്ഥാന വ്യാപകമായി കൂടുതൽ സമരങ്ങൾ ശക്തിപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ ജലീലിനെ ഓഗസ്റ്റ് 15 പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. അത് നിങ്ങൾ മാറ്റി നിർത്താൻ നിങ്ങൾ ഇടപെടും? അല്ല, അദ്ദേഹത്തിന് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. അദ്ദേഹം അതിൽ പങ്കെടുക്കരുത്. അദ്ദേഹത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു ജില്ലയിൽ പതാക ഉയർത്താൻ അനുവദിക്കരുത്. BJP പറയുന്നു. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ആവശ്യമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട് തന്നെ. മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. ഈ ഷൈൻ ഹക്കിന് ഈ അധികാരം എങ്ങനെ കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് എന്തായാലും മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ പ്രോട്ടോകോൾ ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറിയാൾ വീണ്ടും എങ്ങനെ ആ അധികാരം കൈവശപ്പെടുത്തി? ജലീലിൽ പതാക ഉയർത്തുന്ന ചടങ്ങിൽ BJPയുടെ ജനപ്രതിനിധികളുണ്ടെങ്കിൽ അവർ പങ്കെടുക്കേണ്ട അല്ല, അക്കാര്യങ്ങൾ ഞാനിപ്പോ ആലോചിച്ചിട്ടില്ല. ജലീലിന് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്താനുള്ള അധികാരമില്ല, അവകാശമില്ല എന്നാണ്. ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടും ജലീലിനെതിരെ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഏകപക്ഷീയമായ ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ്? ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അന്വേഷണ ഏജൻസി എത്തി നിൽക്കുന്ന കാര്യങ്ങൾ, ആക്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, ഇപ്പോൾ പ്രോട്ടോകോൾ ഓഫീസറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ജലീൽ പറയുന്നത് ഇറക്കിയ അത്രയും ഖുറാൻ, അത്രയും തൂക്കം 4500 4500 അവിടെയുണ്ട്. അത് വിതരണം ചെയ്ത് എവിടെയെന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതിൽ നിങ്ങൾ പറയുന്ന സംശയത്തിൽ എന്താ റെലവൻസ് ആണ്? ജലീൽ പറയുന്നതല്ലേ, ജലീല് ഞാൻ 7 ചോദ്യങ്ങൾ ജലീലിനോട് ചോദിച്ചിരുന്നു. വളരെ വ്യക്തമായിട്ടുള്ള 7 ചോദ്യങ്ങൾ. ആ ഒറ്റ ചോദ്യത്തിന് ജലീൽ മറുപടി പറയുന്നു. ജലീൽ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശൃംഖല തന്ത്രമാണ്. ആ തന്ത്രം ഇവിടെ വിജയിക്കും. മുഖ്യമന്ത്രിയുടെ രാജ്യ ആവശ്യങ്ങൾ മാധ്യമങ്ങളോട് ധാർമ്മികത എന്നുള്ള ഒരു പദം നിഘണ്ടുവിൽ ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും. മുഖ്യമന്ത്രി എന്ത് സംഭവിച്ചാലും രാജിവെക്കില്ല എന്ന് പറയുന്നത് എല്ലാ ആളുകളും എല്ലാ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ആദ്യഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെ അതിന്റെ മറവിൽ ഈ പറയുന്നത് പോലെ നേരത്തെ പോലെ സ്വർണം എത്തി BJP സംശയിക്കുന്നു 100%. കാരണം UAE കോൺസുലേറ്റിന്റെ മറവിൽ
ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്ന് പറഞ്ഞ് സ്വർണം കടത്തിയവരാണ് പ്രസാദ് ഇവര്. അതായത് UAE കോൺസുലേറ്റിന്റെ മറവിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്ന് പറഞ്ഞ് സ്വർണം കടത്തിയവരാണ് ഈ സംഘം. അവര് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തില്ല എന്ന് എന്താണ് ഓർമ്മ? ജലീല് ഖുർആൻ എന്ന് പറഞ്ഞ് വിതരണം ചെയ്തത് സ്വർണ്ണമാണെന്നാണ് 100% ഞങ്ങൾ സംശയിക്കുന്നു. ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ മറവിൽ സ്വർണം കടത്തിയ സംഘവുമായിട്ട് ജലീലിന്റെ ഇടപാടുകളും ജലീൽ പറയുന്ന കാര്യങ്ങളിലെ അവ്യക്തതയും ജലീലിന്റെ വകുപ്പായ CRത്തിലേക്ക് ഇത് എന്തിനു വന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ജലീൽ സംശയത്തിന്റെ പുറയിലാണ്. ആരോപണം ജലീൽ ഖുർആൻ അല്ല സ്വർണം തന്നെയാണ് കടത്തിയത് എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. പ്രോട്ടോകോൾ ഓഫീസർ അധികാര സ്ഥാനത്ത് നിന്ന് മാറിയിട്ടും അദ്ദേഹമാണ് കസ്റ്റംസ് ക്ലിയറൻസുമായും എയർപോർട്ടിലെ VIP മൂവ്മെന്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചത്. അദ്ദേഹത്തിന് ആരും അവകാശപ്പെടും. സുനിൽകുമാർ എന്ന് പറയുന്ന പുതിയ പ്രോട്ടോകോൾ ഓഫീസറെ എന്തിനാ വെച്ചത്? ഹക്കിനെ എന്തിനാ മാറ്റിയത്? മാറ്റിയ ആൾക്ക് എന്തിനാണ് വീണ്ടും പദവി കൊടുത്തത്? ഇതെല്ലാം ന്യായമായ ചോദ്യങ്ങളാണ്. ഇതിലെ അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഈ ഷൈനൊക്കെ ഒപ്പിട്ടിരിക്കുന്ന നേരത്തെ പ്രോട്ടോകോൾ ഓഫീസർ ഒപ്പിട്ട് കൊടുത്തിരുന്ന ബ്ലാങ്കായ പേപ്പറുകൾ സ്വപ്ന ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകുമെന്ന് സംശയമുണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. ഉണ്ടാവും. എന്താണ് അതാണല്ലോ ഞാൻ പറഞ്ഞത് പുതിയ പ്രോട്ടോകോൾ ഓഫീസർ വന്നിട്ട് ഷൈൻ ഹക്ക് എന്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രോട്ടോകോൾ ഓഫീസർ ആയിട്ടുള്ളത്? അദ്ദേഹത്തിന് എന്തിനാണ് പുതിയൊരു പദവി ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ എന്നുള്ള ഒരു പദവി കൊടുത്തത്? അദ്ദേഹം എന്തിനാണ് VIP മൂവ്മെന്റും കസ്റ്റംസ് ക്ലിയറൻസും അദ്ദേഹത്തിന് അധികാരമില്ലാത്ത കാര്യം അദ്ദേഹം എടുത്തു? ഈ പ്രോട്ടോകോൾ ഓഫീസറോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിട്ടില്ല. കസ്റ്റംസ് തന്നെ ക്ലിയറൻസ് കൊടുക്കുകയായിരുന്നു. അത് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഉണ്ടായിട്ട് എന്തിന് ജോയിന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഈ ചുമതല നിർവഹിച്ചു? ഈ ജലീൽ ബന്ധം ഇതുപോലെ നടത്തിയെന്ന് സംശയിക്കാനുള്ള സാഹചര്യം. ജലീലിന്റെ ബന്ധങ്ങൾ ജലീൽ നേരത്തെയും ഇത്തരം സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു. CRത്തിലെ 2 ഉദ്യോഗസ്ഥന്മാര് ഇത്തരം ഇടപാടുകളുമായിട്ട് ബന്ധമുള്ളവരാണ്. അദ്ദേഹം ചെർക്കളം അബ്ദുള്ളയുടെ കാലത്തും ചെർക്കളം അബ്ദുള്ളയെ കുറിച്ച് അവിടെ കാസർഗോഡ് ബന്ധങ്ങൾ നിങ്ങൾക്ക് അറിയാം. ആ കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് സുപ്രധാനമായിട്ടുള്ള പദവി കൊടുത്തത്. ഇപ്പൊ CRത്തിൽ ഇരിക്കുന്ന ആളും അവിടെ കുറച്ച് ദിവസം മുമ്പ് പോയി ഇതിന് നമ്മുടെ എന്താ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയ ആളൊക്കെ അതിനൊക്കെ സംബന്ധിച്ച വിശദാംശങ്ങളുണ്ട്. അല്ല, മുഖ്യമന്ത്രി ഔദ്യോഗികമായി സ്വപ്നയോട് ഇത് പോകാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതാണല്ലോ ഉന്നയിക്കുന്ന ആരോപണം. ആ വിധത്തിൽ അത്തരത്തിലുള്ള എന്ത് തെളിവാണ്? അല്ല, തെളിവ് മുഖ്യമന്ത്രി ഇല്ലെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടല്ല സ്വപ്ന വന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന എനിക്ക് അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വപ്നയുമായിട്ട് ഞാൻ ആദ്യം 6-ാം തീയതി ഇതേ കോഴിക്കോട് വെച്ച് ഞാൻ പറഞ്ഞു 2017 ജനുവരി മുതൽ സ്വപ്നയെ മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അറിയാം. സ്വപ്ന നടത്തിയിട്ടുള്ള പല ഇടപാടുകളെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാം. സ്വപ്ന വിദേശയാത്ര നടത്തിയതും ഇടവലിക്കാരിയായി നിന്നതുമെല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാം. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ കമ്മീഷൻ അടിച്ചതും മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ചെയ്യുന്നു. ഒരാളെ അറിയാതെ മുഴുവൻ അഴിമതിയും ഏകപക്ഷീയമായി അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം. പിന്നെ അല്ല, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞു സർക്കാർ നിർമ്മിച്ച ഒരു പദ്ധതിയിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ കാര്യത്തിലോ അല്ല കൊള്ളയിൽ നടത്തിയിട്ട് ഇത് UAE ചെയ്യുന്നു, അവരെ അല്ല, ആ സമയത്ത് UAE കൗൺസിലിന്റെ സ്റ്റാഫാണ് സ്വപ്ന എവിടെ എന്തായിക്കോട്ടെ ഈ കരാർ ഒപ്പിട്ടത് മുഖ്യമന്ത്രി. ആ കരാർ ഒപ്പിട്ട മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതി ഒരു കൂട്ടർ സഹായിക്കുന്നു, ചാരിറ്റി. അങ്ങനെ സഹായിക്കുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുത്തത് 1 കോടി രൂപ കമ്മീഷനായിട്ട് കിട്ടി. മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2018 മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ വിദേശത്ത് പോയി പണം പിരിക്കാൻ വലിയ ശ്രമം നടത്തി. അങ്ങനെ പണം നേരിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരം സഹായങ്ങളായിട്ട് അത് പിന്നീട് വന്നത്. ആ സഹായങ്ങൾക്കാണ് ഇവിടെ കമ്മീഷൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല. നിങ്ങൾ ചോദിച്ചത് തന്റെ ഓഫീസിനെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് അറിയില്ല.
തന്റെ ഒപ്പിട്ട കരാറിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ല, തന്റെ സ്റ്റാഫിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ല, തന്റെ ഓഫീസിൽ നടക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ല. മുഖ്യമന്ത്രിക്ക് ഇപ്പം മുഖ്യമന്ത്രിയെ തന്നെ അറിയാവുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സമ്മതം തെറ്റിയിരിക്കും. നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ ചോദിക്കാണ്. ഒന്നാം പ്രളയത്തിന് ശേഷം കേരളത്തിലെ മന്ത്രിമാരുടെ വിദേശയാത്ര പോകുന്നത് കേന്ദ്രം തടഞ്ഞത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള എന്ത് ഇതാണ് വിവരമാണ്? കേന്ദ്രം തടയുന്നില്ലോ. കേരളത്തിലെ മന്ത്രിമാർ എന്തൊക്കെ ചെയ്യും? അല്ല, അത്തരത്തിലുള്ള പറഞ്ഞിട്ടില്ല. വെറുതെ ഇപ്പൊ ആരും തടഞ്ഞു. മുഖ്യമന്ത്രി സമനില തെറ്റി എന്നൊക്കെ രീതിയിൽ താങ്കളെ പോലുള്ള ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനങ്ങളിൽ സമനില തെറ്റി എന്ന് പറയുന്നത് ഒരു മോശം വാക്കാണ്. പരനാറി എന്ന് പറയുന്നത് എന്തെല്ലാം പറഞ്ഞു. ഞാൻ സമനില എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ടൊരു വാക്കാണ്. ഞാൻ ഒരു മോശം മ്ലാച്ഛമായിട്ടുള്ള ഒരു വാക്കും ആരെക്കുറിച്ചും എന്റെ പൊതുജീവിതത്തിൽ ഇതുവരെ ഞാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിൽ അദ്ദേഹം പറയുന്നത് പഴയ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലായിരുന്നു. പഴയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പഴയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വൃത്തികെട്ട കഥകളുമായിട്ട് അധികാരത്തിൽ വന്ന സർക്കാർ 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പഴയ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് ചെയ്യുന്നത്? ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഇതാ എന്ന് പറഞ്ഞ് പിന്നെ പുറത്തിറക്കിയില്ലേ, കേസെടുത്തില്ലേ, SIT വെച്ചില്ലേ, എന്ത് ചെയ്യുന്നതായി പിണറായി ചെയ്യാത്തതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല. പഴയ മുഖ്യമന്ത്രിയുടെ ഓഫീസും പഴയ മുഖ്യമന്ത്രി ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് UDF-നെതിരായിട്ടുള്ള എല്ലാ അന്വേഷണവും പൂഴ്ത്തി കളഞ്ഞത്. ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ, ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നല്ലോ കേന്ദ്രമന്ത്രിമാരെ, സംസ്ഥാന മന്ത്രിമാരെ, മുഖ്യമന്ത്രിയെ. ഒന്നും നടന്നില്ലല്ലോ. 4.5 കൊല്ലം കഴിഞ്ഞില്ല. ഇനി എന്ത് നടത്താനാണ്? ഈ സർക്കാർ വന്നിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഉമ്മൻചാണ്ടി 5 വർഷം കഴിച്ചു. ഉമ്മൻചാണ്ടിയുടെ സമയത്തും സോളാർ സമയത്തും ശക്തമായ സമരം കാണുന്നതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിണറായിയുടെ ഈ 4.5 വർഷമാണ്, ഉമ്മൻചാണ്ടിയുടെ 5 വർഷമായിരുന്നു. കാർബൺ കോപ്പിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാർബൺ കോപ്പിയാണ്. ഒരു അല്പം പണം തൂക്കം ഇപ്പുറത്ത് തൂങ്ങുന്നുള്ളൂ. നിങ്ങളുടെ അളന്ന് നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെക്കാളും അല്പം തൂങ്ങില്ല, അല്ല കൂടുതൽ. അപ്പൊ ഈ മുഖ്യമന്ത്രിക്ക് തന്നെ അറിയില്ല എന്നുള്ള അവസ്ഥ വരുന്നു. സമനില തെറ്റുന്നു എന്നുള്ള ഒരു മോശമാക്കല്ല എന്ന് പറയുന്നു. ആ സാഹചര്യത്തിലാണോ ഇപ്പോ ഇന്ന് ഇടുക്കിയിലേക്ക് മൂന്നാറിലേക്ക് പോയപ്പോൾ ഒരു മോണിറ്ററിങ്ങിനായിട്ട് ആരും കൂടെ വിട്ടത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ എനിക്ക്